ഇമ്മ വെട്ടിയത് കാണാണ്ടില്ലേ? ഓളെ പാട്ടാട്ടത് എല്ലാരും കേട്ടോളി. തേങ്ങ പൊട്ടിച്ചേണ്ട ആവശ്യമില്ല, അത് പൊട്ടി മുടി കളഞ്ഞാണ്ട് തലമ വരെ എന്റെ കുട്ടിക്ക് ഇട്ട് കൊടുത്തളാ. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മളെ കുട്ടീനെ മൊട്ട അടിച്ചാൻ പോവുകയാണ്. രണ്ടാമത്തെ വട്ടം ആളിവിടെ എത്തിക്കണ്. ആള് കുട്ടി കരയുണ്ട് പറഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പൊ ഇനി കുട്ടീനായിട്ട് വരാൻ പോവാണ്. ഞാൻ ഗ്ലാസ് പൊട്ടുന്നു. രണ്ടു പേർക്കില്ലാള് ഇരുന്ന് പൊട്ടണേ അത് കാണാനല്ല സംഭവം. 40, 50, 90 കിലോ ഉണ്ട്. ഞാൻ 50 കിലോനോ? 45. ഇപ്പൊ കുറഞ്ഞാണ്. അപ്പൊ ഷെങ്ങായിന്റെ മുടിയൊക്കെ കുറച്ചൊക്കെ വന്നിക്കണ് അത്യാവശ്യം വന്നിക്കണ്. ഞങ്ങളെ കൂട്ടത്തില് ഇപ്പൊ 3 എണ്ണത്തില് ഏറ്റവും കൂടുതൽ മുടി ഓനാണ് ഈ ടൈമില്. ഇപ്പൊ അതൊക്കെ വെട്ടിച്ചു. അപ്പൊ അങ്ങനെ എന്താ വന്നുണ്ടാക്കണ? തേങ്ങാച്ചോറും കോഴിക്കറി ഉണ്ടാക്കണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ മുടി കളിയാണ് തെങ്ങായേ. ഞങ്ങള് കുട്ടീനെയൊക്കെ ബ്ലഡ് എടുക്കാൻ പോയി വന്നേച്ച് തലവേദന എടുക്കുക. അപ്പൊ അവിടുന്ന് കേറി അവിടുന്ന് ബ്ലഡ് എടുത്തില്ല. ഞങ്ങള് വല്ല മിന്നി ഒരു കുത്തിയമ കുത്തുക. അതിലെന്തായി, ഞങ്ങള് വേറെ ലാബിക്ക് പോയി. അവിടുന്ന് കിട്ടിട്ടോ. സിഫ്ന മാണ്ടാ അവിടെ വെക്കി മാണ്ടാ കിട്ടണില്ലാതല്ലേ നിങ്ങളോട് പറഞ്ഞു അറിയുന്നേ. ഞാൻ ഈ കുട്ടീനെ കാര്യാണേ ഇച്ച് ശരിക്ക് കാണുന്നില്ല. അതിനെ ഞാൻ ഓനെ പിടിച്ചിക്കല്ലോ. ഓനെ കജ്ജുതയൊക്കെ അവിടെ ഇല്ലേ, ഇച്ച് ശരിക്ക് കാണുന്നില്ല. ഈ കുട്ടികളെ കുത്തുമ്പോളെ നരമ്പ് ശരിക്കും ഞങ്ങള് പറഞ്ഞു അത് കുത്തിയപ്പോ തന്നെ പാളിയേക്കണത് നമുക്ക് മനസ്സിലാക്കണേ. നമ്മള് പറഞ്ഞ കിട്ടു ചോദിച്ചു. ഇല്ലാത്ത കിട്ടിയായിരുന്നു. പിന്നെ ഒരു ലാസ്റ്റ് ഓലെന്നെ 10 കുത്തലുള്ളിൽ കൂടെ നൊയിഞ്ഞ് വലിച്ചു ഊരി. ലായില കൊത്തോന് ലായില മോന്താ ഞങ്ങൾ ഒപ്പനയൊക്കെ കച്ചു വലുതായാല് ല്ലേ. പിന്നെ എന്തൊക്കെ എന്തരീ ഇന്നലെ നല്ലോണം പണിയെടുത്തതിന്റെ ഇന്ന് കുറച്ച് റെസ്റ്റ് ആണ്. ഇന്ന് തേങ്ങാച്ചോറാണ്. തേങ്ങ ചേട്ടിട്ടില്ല, നല്ല നല്ലതാ. തേങ്ങാച്ചോറും ചിക്കൻ കറി. അപ്പൊ ജംഷിക്കാക്ക് ഏതായാലും കുട്ടീനെ കൊണ്ട് വരട്ടെ, എന്നിട്ട് കാണും. അങ്ങനെ നമ്മളെ കാക്കാന്റെ കുട്ടീനെ ഇവിടെ ലാൻഡ് ചെയ്ത് നിക്കണേ. അവന് എണ്ണിക്കുട്ടീന്റെ അടുത്ത് കാണുക പറഞ്ഞപ്പോ അളകൽ തുടങ്ങിയാണല്ലോ. അപ്പൊ തന്നെ കൊടുന്നാതീനി ഉറങ്ങുച്ചക്ക്. നല്ല കുട്ടിയാണല്ലോ. എന്നിട്ടാ ഇപ്പൊ നിങ്ങള് പറഞ്ഞത് നല്ല കുട്ടിയല്ലാന്ന്. ഉച്ചക്ക് ഉറങ്ങണോലൊക്കെ നല്ല കുട്ടിയാണ്. അവിടുത്തെ അമ്മ തിരുമ്പാലേറ്റ് വന്നിക്കണ കുറച്ചുള്ളൂല്ലേ അമ്മ. ഇത് വിരിച്ചാൻ പറ്റും ജംഷികാക്ക് ഈ കണ്ടങ്ങനെ മേത്തു കൂടെ. അങ്ങനെയല്ലേടി ഇങ്ങനെ വീതിക്ക്. ഇതുവരെ പെരു ഉറക്കേനി. അപ്പൊ കുട്ടീനെ കൊണ്ടുവരാൻ പോയി. മറ്റാൾ വിളിച്ചിട്ട് പറഞ്ഞേ ഉറങ്ങുമ്പോ കുട്ടീനെ കാണാൻ പറ്റില്ല. ഞാനോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഉറങ്ങുമ്പോ കുട്ടീനെ കളയാൻ പറ്റൂലെന്നോ എപ്പോഴാ പറഞ്ഞേ? മുടി കളയാൻ പറ്റൂല, ഉറങ്ങുമ്പോ പറ്റുമോന്നാ ചോദിച്ചത്. അപ്പൊ നമ്മളെ ചെങ്ങായിന്റെ ചോർമേനല്ല പോവാന് മുടി കുഞ്ഞുമുടി എന്താപ്പത്. ഈ ആയുധം പണ്ടക്കും പണ്ടേ ഇല്ലതല്ലേ. പിന്നെന്താ ഇതിന് മാറ്റൊന്നുമില്ല. ആകെ ബന്ധിയാക്കിട്ടേ അന്റെ മുടി പഠിച്ചാലോ? മാണ്ടേ ഞങ്ങള് പോകട്ടടാ. എന്നെ കൊണ്ടുപോയില്ല. എന്നെ നോക്കണം. അങ്ങോട്ട് വാ. ഉണ്ണിക്കുട്ടിനെ കാണാൻ വന്നിട്ട് നോക്കണല്ല. എന്നോട് ഓനല്ല ബെനി. ബാ ബാ ബേ ബാ. വലിയ സമാധാനം
എത്ര തൊപ്പാണെങ്കിലും പഠിച്ചു കിട്ടണെങ്കിലേ കുറ്റിണ്ട് നമ്മള് രട്ടിലേ കളഞ്ഞിട്ടുള്ളൂ. ഞാൻ കൊറേ അവരോട് പറയുന്നു 2-3 വട്ടം കളയണല്ലേ. 4 വട്ടം മിനിമം കളയണം. വന്നു 1 വയസ്സ് വരെ കാണണം. അവരെങ്ങായി വലിയ കുട്ടിയായോ ആ മണ്ടപ്പ കഴിഞ്ഞ ഇന്റെ ബ്ലൈഡ് എന്റെ കജ്ജോ കേട്ടോ. എന്റെ ബ്ലേഡല്ല, എന്റെ ബ്ലേഡ്. അല്ല എന്റെ കജ്ജോന്ന് അയ്യല്ലേ ബ്ലൈഡ് ആയതേലേക്കോണെ കജ്ജുണ്ടായതേ. ധൈര്യം വേണ്ടേ? ജംഷികാക്ക, നിങ്ങള് ഇതേപോലെ ഇങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞേക്കിന് മുടി കളയണമെങ്കിൽ ജംഷികാക്കാനെ കോണ്ടാക്ട് ചെയ്താ മതി. നല്ല ഉഷാറായി ക്ലീൻ. 50% എങ്ങനെയൊക്കെ ജംഷികാക്ക നിങ്ങൾ പഠിച്ചെടുക്ക പറഞ്ഞെടുത്താണി? എന്തൊക്കെ നിങ്ങള് പരിപാടി? ചാലിയും കടന്നൊക്കെ കുട്ടികള് മുടി കളയണ അറിയേല്ല അല്ല ജംഷികാക്ക? കുട്ടികളെ കളിച്ചോണ്ടിരിക്കല്ലേ മോങ്ങണ്ടല്ലൊക്കെ എന്നെ നമ്മളെ കാണുന്നത്. നമ്മള് 3 കുട്ടികൾ, ഈ 3ാമത്തെ കുട്ടീനൊക്കെ ജംഷികാക്കന്നെ കളഞ്ഞു. ഓളെ കുട്ടീനെ 4ാമത്തെ ആദൂനി. കൈ പുറത്ത് കൊടുക്കുക. ഇത് വേണം. ഇവിടെ കജ്ജ് മുട്ടിക്കടവ് ജംഷികാക്കക്ക് കട ഉണ്ട് കേട്ടോ സ്വന്തം. കണ്ടോലൊക്കെ കമന്റ് ചെയ്തോളി. എല്ലാരും ശരിയാ, എല്ലാം ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. പിന്നെന്താ? എന്തൊക്കെ ഉണ്ട്? ബ്യൂട്ടീഷ്യൻ ഒക്കെ ഉണ്ടേല്? എന്താ വണ്ടിച്ചപ്പോ കൊടുക്കാലോ അവിടെ വന്നോ. ചായ കുച്ചാ ജൗട്സേ മട്ടക്കുട്ടിയെ ഒരു പേരയെ കണ്ട് ഇട്ട് കൊടുത്തേ. മുടി കളഞ്ഞാണ്ട് തലമ വരെ എന്റെ കുട്ടിക്ക് ഇട്ട് കൊടുത്തളാ. മാത്രം മുടി വരാണ്ടോടെ കുട്ടി വരാണ്ടല്ലോ അവിടെ. അതന്നെ നഴ്സറി വിട്ടന്നിട്ടേ എന്റെ കുട്ടിക്ക് വരച്ചു കൊടുക്കാം. അല്ലെ വൺ സൈഡ് ആക്കിയാലോ? അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ മതി. അത് ഇങ്ങനെ ഒരു കിടക്കണം നിങ്ങൾ തന്നതിന്റെ അത് കൊണ്ടാണ്. നാടപ്പൊടി വിട്ടോളി. വെറൈറ്റി ചിന്തിക്കണോ? എന്റെ മകന് ചിന്തിച്ചോ? അവിടെ മുടിയിട്ടാ കിടക്കുന്നു. ഞാൻ എന്റെ മാതി പൊളിച്ചല്ലേ അപ്പൊ ലാസ്റ്റ് എടുക്കാം. തൊള്ളിലുണ്ടോ? കുഞ്ഞിക്കാക്ക അടുക്കണില്ല. കുഞ്ഞിക്കാക്കു പിതാന്ന കാക്കു എടുത്തു ഒക്കെ പിതാന്തന്മാരാണ്. എണ്ണിയെ നല്ല സുഖം ഉണ്ടോ? അടങ്ങിക്കണ്ടല്ലോ കാക്കു തന്നെ പറഞ്ഞപ്പോ ബ്ലേഡോ? ഒരു പാല കൊടുക്കി, ഒരു പാല കൊടുക്കി. കയ്യില് എന്താ അങ്ങനെ പറ്റൂല. അതെ അനക്കൊന്നും ലാഭമാണല്ലേ, ചെന്ന് നഷ്ടല്ലേ? ഇതൊക്കെ അങ്ങനെ എന്നൂടെ ഇനി കൊറച്ച് പൂടിയും പാടി കച്ചു കുട്ടളാ. കുളിപ്പിച്ചല്ല ജംഷികാക്ക, പനിയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ കഴിഞ്ഞതാ. അത് പൊടിച്ചാലൊക്കെ ഒരു പ്രത്യേക തരം കഴിവാണ്. ആ കൈവൊക്കെ ആ ഇജ്ജ് കൈവിച്ചണ്ട. ആ തലമ മൊത്തം വട്ടം കുത്തു പാണ്ടിപ്പാടിയത്തെ ദിലീപ് മറ്റേ ആ പഞ്ഞ് കെട്ടി നടക്കണ തലമേ എന്ന മാതിരിയോ? ആർക്കും കൈ പറയാം വേണ്ട. ഞാൻ ഇവിടെ ഒന്ന് ജനിക്കേണ്ടവളേ അല്ല. ഇമ്മ നാള് ഇപ്പാക്ക് ഷേവ് ചെയ്ത് കൊടുത്ത അവസ്ഥ എന്തേനി? എങ്ങനെയുണ്ടേനി ജംഷികാക്ക? താടിമ മൊത്തം മുറി ചോര ഒളിച്ചിട്ട് താടിമ കൂടെ എന്താ കാട്ടുന്നു? കുറച്ച് മുമ്പ് വരുമോ? ഇന്ന് വെട്ടാനോട്ടില്ലേനും. അത്ര കാനുണ്ട്. അത് മതി, കുറ്റിയാക്കിയാ മതി. എത്രാമത്തെ നോമ്പാ? 10-15 അങ്ങനെ എപ്പാന്റെ മുടി അളിയിച്ചലും കുട്ടിന്റെ മുടി അളിയിച്ചലും പ്രത്യേകതരം തീവണ്ടി. ആ കുച്ചു 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 കഴിഞ്ഞില്ലേ? ഫ്ലൈറ്റ് ആണോ ചേട്ടത്? ഉണ്ടാക്കിയപ്പോ തരം വിമാനങ്ങളൊക്കെ നിർത്തലാക്കി.
മാമാരത്തിന്റെ കുഞ്ഞിക്കുട്ടിയൊക്കെ എന്താ ചിരിച്ചാത്ത ഓർക്കത്ത് നീ ശരിയാ ഓനെ കണ്ണ് രണ്ടെണ്ണമായി കാണണ്ടാവും. കൈവ് പുറത്തെടുക്കടാ ഇങ്ങനെയല്ലല്ലോ ജി കുറച്ചും കൂടി കേട്ടെ അങ്ങോട്ട് വരി. അപ്പൊ ഞങ്ങള് വീട്ടിൽ രാജാവാണ്. ഈ പറഞ്ഞിട്ടില്ലേ അവനവന്റെ നാട്ടിൽ അവനൊരു രാജാവാണല്ലോ. അപ്പൊ പരിപാടിയാണ് അവന് പുറമക്കാരോട് പോയ ഡീസന്റ് ആയിട്ട് പെരുമാറൂലേ? അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടിക്ക്. അവ അങ്ങനെ പഠിച്ചാൽ ആ സ്ഥാനത്ത് നമ്മളെ പഠിത്തുണ്ട്. ഓനെ ഇങ്ങോട്ട് പാടാറ് അങ്ങോട്ട് പോകും. പിന്നെ JCB രാജനാണ്. JCB ആ എത്ര JCB ഉണ്ട് മുറ്റത്ത് പോയി. എന്ത് രാശിതൊന്നുമില്ല അവളോടെ കരിയില്ലല്ലേ. ഇനി വരുന്നപ്പോ കഴിഞ്ഞോ? ജംഷിക്കാക്കാന്ന് പറയണത് നമ്മളെ വല്യമ്മാന്റെ ഫസൽ ഫാമിലിത്തെ വല്യമ്മാന്റെ ആങ്ങളന്റെ കുട്ടി. 10-20 മിനിറ്റ് ആയിരുന്നു വണ്ടി. ഇവിടെയാണ് വർഷം. അടുത്ത വർഷം ഓള് വലതുകാരത്തിയാണ്. ഓള് ഒക്കത്ത് ഏതൊക്കത്ത് എങ്ങനെ എടുക്കുക? നമ്മളെല്ലാരും ഇടത് ഭാഗത്തല്ലേ, ഓള് വലത് ഭാഗത്ത് എടുക്കല്. നല്ല കുട്ടികൾക്ക് തീരെ കേടൊന്നുമില്ലല്ലോ. പെട്ടെന്ന് ആ ഒരു ഇത് കുട്ടിയാണ് വളഞ്ഞ നേരെ മോന്തമ്മക്ക് ബ്ലേഡ് കുട്ടി ചുറ്റു നോക്കാനോട് ഇച്ചെന്തേലും പക്ഷെ അപ്പോടും അങ്ങനെ ഒരു അസുഖം. കുട്ടി അന്നെ കണ്ടിട്ടാണ് അടങ്ങിക്കണ്. ആ അക്കല കയ്യ കുറച്ചുകൂടി ഉണ്ട്. ഇവിടത്ത് നിൽക്കാത്തണ്ടാരോ ആ അമൃതാന്റെ നല്ല മണക്കുണ്ടാവും. എന്ത് വിക്സോ? ഓള് വിക്സ് വെച്ചിക്കണേ. ആ കുട്ടീനെ തലമീൻ കുടിച്ചാൻ പാടില്ല, കട്ടിമീൻ കുടിച്ചാൻ പാടില്ല. അതിന്റെ സൂചി വെച്ച് കൊണ്ടുവരികയാണേ. അങ്ങനെ പറയും കുഞ്ഞിക്കാക്കു നിക്കുക. ആ കുഞ്ഞിക്കാക്കുണ്ടില്ലേ സൂചിന്റെ പവറാണ്. കാക്കുമുണ്ട് കാക്കു കുട്ടിനോടേ അന്ന് നോക്കും. ഞാൻ മറന്നീനി പെട്ടെന്ന് ഒരു ബോധോദയം വന്നു അപ്പൊ വിളിച്ചതാ. തൈറോയിഡിന്റെ ഗുളി കുടിച്ചിട്ട് അല്ലല്ലേ അമ്പല പോഞ്ഞുകാറ്റ് ബും 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 ബും. ഓ പാട്ടൊക്കെ പഠിച്ചണം ജംഷിക്കാക്ക. അങ്ങനെ കഥ പഠിച്ചണം. കുട്ടികളടങ്ങിക്കാനേ നമ്മളെ എന്താ പറയാ തിന്മാരല്ലേ പറഞ്ഞു കാർത്തും പൂച്ചൊക്കെ. ഓളെ പാട്ടാട്ടത് എല്ലാരും കേട്ടോളി. അത് കുട്ടി നീച്ച് മണ്ടേ മമത്തിന്റെ തക്കുടോ കോയേ കോയേ കുട്ടിനെ കരയിപ്പിച്ചാണ്. ജംഷിക്കാക്ക താടിയൊക്കെ നരച്ചല്ലോ. വയസ്സായി. എത്ര വയസ്സായി പറയില്ല. ആണോ? ആരും പറയില്ല. 37 നിങ്ങളും കുഞ്ഞുമാനും ഒരേ വയസ്സാ? കുഞ്ഞുമാനും നിങ്ങൾക്ക് ഒരേ വയസ്സാ? അടി കിട്ടട്ടെ. അടി കിട്ടട്ടെ. കാക്കു മുടി വെട്ടുന്നുണ്ട്. ഇങ്ങനെ മുടി വെട്ടുന്നുണ്ടോ? ആര് കാട്ടി? ആര് കാട്ടി? എന്റെ വണ്ടി ഇട്ട് കൊടുക്കടാ. പെങ്ങളെ കാത്തു കാത്തില്ലേ? ഓലൊക്കെ പെട്ടെന്ന് വെട്ടിച്ചുമ്പോ അല്ലേ നല്ല ശ്രദ്ധ വേണം. നേക്കുണ്ട്. അനക്കല്ല ജംഷിക്കാക്കക്ക്. ഒന്ന് നിർത്തി നിർത്തിയൊക്കെ നിർത്തി ഇങ്ങോട്ടേ മലത്തി പിടിച്ചാൽ നോക്കുകയാണ്.
അതെന്റെ തള്ളയല്ലേ. അങ്ങനെ എടുത്തേ. ഇവിടേക്ക് എവിടെ ഇരിച്ചാലും അതിന്റെ തൊള്ള അങ്ങനെയാണ്. അങ്ങനെയല്ല അങ്ങനെ തന്നെ അങ്ങനെ മലത്തി പൊടിച്ചിട്ടാണ് ദേഷ്യം. പോയി ഇലകളുമ്പോ അളകണിമൊക്കെ ഇങ്ങനെ നോക്കൂലേ ഈ പ്രായത്തില്. നമുക്കൊന്നും വേണ്ട. ഇതിപ്പോ ചാണെങ്കിൽ അവിടെ കഴിഞ്ഞില്ല അവിടെ കുട്ടികളല്ലോ. കഴിഞ്ഞു നല്ല കച്ചറ. ഇതിലേറും വലിയത് അതിജീവിച്ചവനാണ് ഈ ജംഷീദ് ല്ലേ. പുളിമ കയറ്റുന്ന വെട്ടിക്കാറില്ലേ. വെട്ടിക്കോളി വെട്ടിക്കോളി കൊച്ചും കൂടിയുള്ളു. കഴിഞ്ഞു ഓന്റെ ചെറിയ കൊട്ടിയില് കുട്ടി നോച്ചാണ് എന്താ കാട്ടണേ. വാടിയിരിക്കണല്ലേ. നമുക്ക് അടിച്ചണോ? ഞമ്മക്ക് ലെവല് വന്നിട്ടില്ല. അല്ല അടങ്ങിന്നോ. കഴിഞ്ഞോ? ഇവിടെ എന്താ മറ്റേ രാസനാദിപ്പൊടി ആണോ? പൊറാത്തോണ്ട നോക്കി അങ്ങനെ കഴിഞ്ഞൊന്നാ. എന്റെ ഉപ്പച്ചി മൊട്ടാക്കി കണക്ക് പറഞ്ഞിട്ടുണ്ടാവും. വെട്ടി കഴിഞ്ഞ സുന്ദരനാക്കണം എന്നുണ്ട്. പിന്നെ മുടി പോണ്ടേ. പൗഡർ ഇട്ടാലെ പൊട്ടത്തി ബാക്കിയുള്ള മുടി അയച്ചറിയാ. ഞാൻ മുഖത്തിട്ടപ്പ ചോദിച്ച മുഖത്ത് കൊണ്ട് മുടിയേ. ഇത് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. ഇഞ്ചി പൊയ്ക്കാവുള്ളൂ. പിന്നെ ഇപ്പൊ രണ്ടാമത് ജംഷിക്കാക്ക് ഉപ്പാനെ മുടി വെട്ടിക്കൊണ്ട് വെക്കുകയാണ്. തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കൊണ്ടുവന്ന് ഇരുത്തി പെരുന്നാക്ക് ജംഷിക്കാക്ക് കൂടിയിട്ടില്ലെങ്കിലോ വിചാരിച്ച് വെട്ടുകയാണ്. ഇനി വെട്ടി കഴിഞ്ഞിട്ട് ഉപ്പാന്റെ ആദ്യത്തെ ലുക്കൊന്ന് കണ്ടോക്കാം നമുക്ക്. കഴിഞ്ഞിട്ടില്ല. എന്നാലും സുന്ദരനായി. മുടി കൊറേ പോയി. മീശൊക്കെ സേഫാക്കി. ഇമ്മ വെട്ടിയത് കാണാണ്ടില്ലേ. എന്താ കാട്ടിയ ഇമ്മനെ ബാർബർ അയക്കണ്. കളിച്ചന്നെ അതുകൊണ്ടെന്താ ഇപ്പൊ ഒരു ബ്യൂട്ടി പാർലർ ഇടാനായല്ലോ. ബ്യൂട്ടി പാർലർ ഇടാണ് പറഞ്ഞ സുൽത്താൻ മടിക്ക ആര് എന്റെ മെച്ചി മാൻകാക്ക സ്ഥിരം കസ്റ്റമർ നടക്കും. ബാഗൊക്കെ കിട്ടിയോ? പാക്ക് ഗൾഫിൽ എന്താന്ന് ഇപ്പൊ നേരമായത് അങ്ങനെ കഷണ്ടി ചൂടുവെള്ളം തട്ടിയിട്ടില്ലപ്പാ. ലാഭാണത്. ചൂടുവെള്ളം തലയിൽ പൂണായതാ. ചൂടുവെള്ളം ചാടിയിട്ടല്ലേ. കഴിഞ്ഞോ? ഷേപ്പാക്കാണ്ടല്ലേ. ട്രിമ്മർ കൊണ്ടുവരാൻ മറന്നൂല്ലേ നിങ്ങള്? മോഡലൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. എന്ത് മറ്റേ സാധാ നോക്കിട്ട് നോക്കാം. ഷങ്ങായിയെ ഇജത്ത മുണ്ടാത്തേ. ബാ ഒരു മുടിയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാ. ബാ എന്റെ കാക്കോടെ സ്കൂൾ പോയിക്കുക. കാക്കു സ്കൂൾ പോയിക്കുക. അതുപോലെ ബാ വരുന്നോളീട്ടാ. അല്ല വച്ചോനെ. എൻ്റെ പേരെന്താ പറഞ്ഞു കൊടുത്താ എല്ലാവർക്കും? എൻ്റെ പേര് പറഞ്ഞോത്താ. പേര് പറഞ്ഞോത്താണി. പേരെന്താ? പേര് പറഞ്ഞോക്ക്. ഇനി കുട്ടീനെ കണ്ടോ? ഇല്ലല്ല വല്ല പോരി ഓളൊക്കെ പറയും.
വെല്ല പോരി. രാവിലെ ഉണ്ടായിന് കേട്ടോ, അത് പോയി. ചെങ്ങായിയേ നമ്മളോട് വിരുന്നാലും വന്നിക്കണേ. എന്റെ കൂട്ടുകാരന്റെ അനിയൻ. എന്താ പോന്റെ പേര്? ഓന്റെ അനിയൻ. അത് ഓ പഠിക്കണോ, സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാൻ പറഞ്ഞു. വേർത്ത പറഞ്ഞു. ഓനൊരാൾ വന്ന് ഓനെ താത്തി തേങ്ങ അവളെ കാൽമക്കര വീട് കൊല്ലും മനസ്സിലായി. അല്ലടാ ഞാൻ പിടിച്ച മാറി നിന്നിട്ട് അവള് കാൽമക്ക് തലിക്കൊക്കെ ഇടും. മാറി നോട്ടോ. എടി കുപ്പിന്റെ അളവ് നോക്കുന്നുണ്ട്. കുപ്പിന്റെ ആ കുപ്പിന്റെ കുപ്പിന്റെ ചില്ലറ പൈസ ഉണ്ടോ? ഇതൊക്കെ എടുത്ത് കഴിഞ്ഞില്ലേ? വെച്ചിട്ടില്ലേ? ഒരു കുപ്പിയില് വെച്ചിക്കണമ്മ. ഐസും കട്ട വെച്ചാ മതി. ഫ്രീസർക്ക് വെച്ചിട്ട് എത്ര കാര്യം വെള്ളം കിട്ടൂല. തേങ്ങ പൊട്ടിച്ചേണ്ട ആവശ്യമില്ല, അത് പൊട്ടി. എന്താ പിന്നെ ഇമ്മ അതിന് ചേരണ്ടാൻ പറ്റൂല, ആകെ നശിപ്പിച്ചു. അതിനെ കടിച്ചുകൊണ്ട് ചേരണ്ടിക്കത് എന്തായാലും മല്ല. തേങ്ങ ഇവിടെ ചേരണ്ടി കിട്ടണം. ഞാൻ ഇങ്ങനെയൊന്നല്ലേ ഇത് പൈപ്പ് വന്നിട്ട് വെള്ളം വരുന്നില്ലേ? ഞാനൊരു സ്റ്റെപ്പ് ചെയ്ത് പണിയെടുക്കട്ടോ. നീ നോക്കട്ടെ. ഞാൻ കുട്ടി പുറത്ത് ഒച്ചമ്പുളിയെ കണ്ട് ബിജിടും വെച്ച് പോയി. പറ്റൂല. ഇത് തേങ്ങ ആയിട്ടേ ഇത് കേട് വന്നിക്കണ്. ഇതോ നമുക്ക് നല്ല തേങ്ങ ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട് കേട്ടോ. ഇതാളിങ്ങനെ നല്ലട്ടോ. കൊറേ നേരം ഞങ്ങൾ നല്ല പിത്തനെയാണ്. പിത്തനെ കുട്ടിയാണോല്ലോ. അപ്പൊ ആള് സൈലന്റ് ആണ്. നല്ല കുട്ടിയാണല്ലേ. എപ്പോഴാ വൈലന്റ് ആകാവോ? ഇത് ചോട്ടേക്കോ. തേങ്ങ ആക്കണ വെറുതെ തിന്നാൻ കൊടുക്കണോള്. ഞാൻ തറവാട്ടിനായിട്ട് കൊണ്ടുവന്ന തേങ്ങയല്ലേ, എന്റെ തേങ്ങ ഞങ്ങൾക്ക് തന്നു. അല്ല ട്ടോ, ഇവിടക്ക് തരാൻ പറഞ്ഞാണ്. ആ ഒരു തേങ്ങ പൊട്ടൊക്കെ ഞങ്ങൾ അതെടുത്ത് ചെയ്യുമ്പോ അവിടെ ഉണ്ടാവും. കൊണ്ടുപോയ ആളെ കയ്യും കയ്യില് തേങ്ങ കൊണ്ടിട്ടോ. ഇവിടെ ഞാൻ പിടിച്ചിക്കല്ലേ. എനിക്കെന്താ എന്താ പിടിച്ചേനി? അവൻ പിടിച്ച ഞാൻ ഇച്ച് തേങ്ങ തന്നിട്ട് ഞാൻ സ്റ്റേം കൊണ്ട് ഇങ്ങോട്ട് തന്നു. ചായ ഉണ്ടായി. നാലെണ്ണം ഇങ്ങോട്ട് നാലെണ്ണം തന്നില്ല. അപ്പൊ ഇങ്ങോട്ട് തരാൻ പറയുമ്പോ അമ്മമ്മകള് നോണ അറിയണേ. എവിടെ ഇപ്പൊ പാട്ടാ ഇരുവേ തരിക എനിക്ക് ഇവിടെ കൊടുക്കണേ. എന്തേ ചെലവ് പറ്റൂല? നമ്മളെ പണ്ടത്തെ ചെലവ് പറ്റൂല. ഓടില്ലേ 30 35 ഞാൻ കുടിച്ചാൻ വേണ്ടി നാരങ്ങളെ കളിച്ചു കൊടുത്തത്. അങ്ങനെ എപ്പാന്റെ മുടിയട്ടലൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണിത്. എപ്പാ എന്ന് പോയത് നിങ്ങള് ബാർബർ ഷോപ്പിക്ക് ശരിക്കിന്? കൊറേ ആയില്ലേ, കൊല്ലങ്ങളായില്ലേ? 2 കൊല്ലായോ? 2 കൊല്ലം എന്നല്ല, കൊറേ ആയിക്കണേറെ ആയിക്കണിപ്പാ. വരൂട്ടെ ഇനി ജംഷികാക്ക അവിടെ അടുപ്പത്ത് നല്ല കൂട്ടാണ്ടാക്കണ തിരക്കില്ല. അങ്ങനെ എപ്പാന്റെ മുടിയൊക്കെ വെട്ടിങ്ങാണ്ട് ഓല് പോകാണ് കേട്ടോ. പോയിക്കോളിട്ടെന്നാ പിന്നെയേ ടാറ്റാ. ചെരുപ്പൊക്കെ ഇടാതെ വന്ന് ആ ഉറക്കത്തുനിന്ന് ഇതുവരെ ഉണർന്നിട്ടില്ല. ആ പോയിക്കോളി. ഇതിനെ അനക്ക് അപ്പു വേണ്ടേ? ബാ ചായ കുടിച്ചാ പോയിങ്ങാണ്ട് ചായ കുടിച്ചു. അല്ല അങ്ങനെ പോയി.
ചെറിയാപ്പൊക്കെ വന്നിക്കണ എന്താ കൊയങ്ങി കിടക്കണ നോമ്പോറ്റ് കൊയങ്ങിയോ എന്താ എവിടെ മുടി നിലത്ത് മുടിയൊന്നുമല്ല സുന്ദരനായി കുത്തിരിക്കാണ്